കണ്ണൂർ വേങ്ങാട് LDF ബഹുജന കൂട്ടായ്മയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇതൊരു ഭാഗം. ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്. ഓട്ടോറിക്ഷയിലെ ഇന്ധനം ഇപ്പോഴുള്ള ഇന്ധനം മാറ്റി ഈ ഗ്യാസ് ആക്കിയാൽ 30-35% മിച്ചം ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ പോക്കറ്റിൽ പോകും. വൈദ്യുതിക്ക് വേണ്ടിയുള്ള ഇന്ധനമായിട്ടും ഇത് ഉപയോഗിക്കാം. ഇപ്പൊ വൈദ്യുത കാര്യം പറഞ്ഞപ്പോഴാണ് കൂടംകുളം ആണവ നിലയത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് ഒരു ഭാഗം വൈദ്യുതി നമുക്ക് കൂടി അർഹതപ്പെട്ടതാണ്, കേരളത്തിൽ ലഭിക്കേണ്ടതാണ്. കേരളത്തിൽ നൽകാൻ അവർ സന്നദ്ധം. പക്ഷെ ആ വൈദ്യുതി വഹിച്ചു കൊണ്ടുവരാനുള്ള ലൈൻ വേണം. സാധാരണ ലൈൻ പോരാ, 400 kV ലൈൻ വേണം. അതിന് 310 കിലോമീറ്റർ ലൈനുണ്ട്. പക്ഷെ സർവേ പോലും നടത്താൻ തടസ്സം നിന്നു UDF ഗവൺമെന്റിന്റെ കാലത്ത്. കോട്ടയത്താണ് പ്രധാന തടസ്സം ഉണ്ടായത്, കുറച്ച് റബ്ബർ മുറികളായിരുന്നു. അപ്പോ പദ്ധതി എന്ന് ഉപേക്ഷിക്കുന്ന മട്ടായി. അപ്പോഴാണ് LDF ഗവൺമെന്റ് വന്നത്. ഇതും പൂർത്തിയാക്കാൻ മുന്നിലുള്ള പ്രകടന പത്രികയിലുള്ളതാണ്. ഗവൺമെന്റ് ഈ തടസ്സം നിൽക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ ഇതുമായി സഹകരിക്കണം, ഇത് നാടിന്റെ ആവശ്യമാണ്. കുറച്ച് മരം മുറിക്കേണ്ടി വരുന്നു എന്നുള്ളത് ശരിയാണ്, അതിനാവശ്യമായ നഷ്ടപരിഹാരം നൽകും, തടസ്സം നിൽക്കരുത്. ആ അഭ്യർത്ഥന അവർ സ്വീകരിച്ചില്ല. തടസ്സത്തിന് വന്നാൽ നടപടി ഉണ്ടാകും എന്നവരെ അറിയിച്ചു. ഞങ്ങൾ അത്ര ഇതെല്ലാം കണ്ടതാണ് എന്ന മട്ടിലാണ് അവരതിനെ എടുത്തത്. അപ്പൊ തടസ്സം ഉണ്ടായി, അതിനെതിരെ നടപടിയും ഉണ്ടായി. അപ്പൊ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായി അവർ. എന്നാൽ ഇപ്പൊ തടസ്സമില്ല. ഇപ്പൊ എന്തായി, 447 ടവറാണ് പൂർത്തിയാകേണ്ടത്. ഇതില് 428 എണ്ണം പൂർത്തിയായിട്ടുണ്ട്. അപ്പോ വളരെ കുറച്ച് ടവറുകൾ മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ഇതാണ് അവസ്ഥ. ഇങ്ങനെ നോക്കിയാൽ കേരളത്തിന്റെ ഇനി നടക്കാൻ പോകുന്നില്ല, ഇതൊന്നും കേരളത്തിൽ നടക്കില്ല എന്ന് കരുതിയിരുന്ന പ്രധാനപ്പെട്ട ചില പദ്ധതികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിലെല്ലാം മാറ്റം വന്നിരിക്കുന്നു. നമ്മുടെ വികസന കാഴ്ചപ്പാട് എന്താ? നമ്മുടെ വികസന കാഴ്ചപ്പാട് നാടിനാകെ ബാധകമാകുന്നതാണ്. അത് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ സാമൂഹ്യ നീതി അധിഷ്ഠിതമായ സർവതല സ്പർശിയും സമഗ്രവുമായ വികസനം. ഇതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന വികസന നയം. ഇപ്പൊ നമുക്കറിയാം, ചിലയിടങ്ങളിൽ, ചില സംസ്ഥാനങ്ങളിൽ ഒരു മഹാനഗരമുണ്ട്. ആ മഹാനഗരത്തിലെ വികസനമുള്ളൂ. അതിന് പുറത്ത് താമസിക്കുന്നവരുണ്ട്. അവിടെയൊന്നും വികസനം എത്തിപ്പെടുത്തില്ല. ഒന്നും ശരാശരി തോതിൽ അവിടെ ഉണ്ടാവില്ല. ഇതാണ് പൊതുവിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. നമ്മളങ്ങനെയില്ല. നമ്മൾ എല്ലായിടവും വികസിക്കണം, എല്ലാവർക്കും അതിൻ്റെതായ ഗുണം ലഭിക്കണം. അതാണ് സാമൂഹ്യ നീതി അധിഷ്ഠിതമായത് എന്ന് പറയുന്നത്. ആ തരത്തിലാണ് കാര്യങ്ങൾ നമ്മൾ നീക്കുന്നത്. നമ്മുടെ വികസന നയത്തിന്റെ ഭാഗമായി 4 മിഷൻ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചു. ചിലതാലോചിച്ചാൽ അതെന്ത് വികസനമാണെന്ന് ചിലർ പറഞ്ഞേക്കും. ഇപ്പൊ ഹരിത കേരള മിഷൻ, ഹരിത കേരള മിഷന്റെ ഒരു ഭാഗം ശുചിത്വമാണ്. പരിസരം വൃത്തിയായി വെക്കുക.
അതും വികസനമായിട്ട് എന്ത് ബന്ധമാണ്? പക്ഷെ നിങ്ങളുടെ പരിസരം വൃത്തിയല്ലെങ്കിൽ പിന്നെ എന്തൊരു വികസനമാണ്, എന്ത് വികസിത നാടാണ്? അതല്ലേ നാം കാണേണ്ടത്. അപ്പൊ അതിന്റെ ഭാഗമായി നാം കുറെ നടപടികൾ സ്വീകരിച്ചു. നമ്മൾ ഉറവിട മാലിന്യ സംസ്കരണത്തിന് പുറപ്പെട്ടു. 2 ലക്ഷം വീടുകൾ അത് പൂർണ്ണമായി നടപ്പാക്കി. ഇനിയുള്ളതും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നല്ല രീതിയിലാണ് ഇടപെടുന്നത്. ആളുകൾക്ക് ഒരു പൊതുബോധവും വന്നിട്ടുണ്ട്. പൊതുവായൊരു സംസ്കാരം. മാലിന്യം എവിടെയെങ്കിലും വലിച്ചെറിയേണ്ടതല്ല, ഒറ്റപ്പെട്ടത് വേറെ ഉണ്ടെങ്കിലും പൊതുവായൊരു സംസ്കാരം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവും. പക്ഷെ ഉറവിട മാലിന്യ സംസ്കരണം എല്ലായിടത്തും പ്രായോഗികമാവില്ല. ചില പ്രധാന പട്ടണങ്ങൾ, ആ നഗരപ്രദേശങ്ങളിൽ ഒട്ടേറെ മാലിന്യം ഉണ്ടാകും. അപ്പൊ അവിടെ സ്വാഭാവികമായി കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണം വേണ്ടി വരും. ആ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് അത്തരം പ്രദേശങ്ങളിൽ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇതിനോടൊപ്പം നാം ഉദ്ദേശിച്ചൊരു കാര്യമായിരുന്നു വെള്ളത്തിന്റെ ശുദ്ധീകരിക്കൽ. വെള്ളം ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നടപടികൾ നാം സ്വീകരിച്ചിട്ടുണ്ട്. അതിന് നാട്ടുകാര് വലിയ തോതിലാണ് മുന്നോട്ട് വന്നത്. ഇപ്പൊ നദികള്, ചില നദി ഇല്ലാതായിപ്പോയി. വരട്ടാനടക്കമുള്ള 10 നദികളാണ് പുനർജീവിപ്പിക്കാനായത്. എല്ലാം നാട്ടുകാരുടെ മുൻകൈയോടെയാണ് നടന്നത്. സർക്കാരല്ല, നാട്ടുകാരാണ് മുന്നിട്ടിറങ്ങിയത്. കൂടെ സർക്കാർ നിൽക്കുകയാണ്. ബാക്കി നദികളുണ്ട്, അവ നമുക്ക് നല്ല രീതിയിൽ പുനരുദ്ധരിക്കാനാവണം. അതിനുള്ള ശുദ്ധീകരിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ തന്നെ കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം നമ്മുടെ നാട്ടിലെ കനാലുകൾ പലതിനകത്തും വല്ലാതെ മാലിന്യം നിറഞ്ഞിരിക്കുന്നു. അതിപ്പോ മാറ്റാനായിട്ടുണ്ട്. ശുദ്ധജലം ഒഴുകുന്ന കനാലുകളായി മാറിയിട്ടുണ്ട്. കുളങ്ങള് 6000 കുളങ്ങൾ നവീകരിക്കാനായിട്ടുണ്ട്. ഇവിടുത്തെ കുളം നവീകരിച്ചിട്ടുണ്ടല്ലോ. പഴയ കുളം നവീകരിച്ചിട്ടുണ്ട്, പുതിയ കുളങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. തോടുകൾ, പഴയ തോട് നവീകരിച്ചു, പുതിയ തോട് ചേർന്ന് വെട്ടി ഉണ്ടാക്കുകയും ചെയ്തു. 4500 കിണറുകളാണ് നവീകരിച്ചത്. വലിയ മാറ്റം ഈ രംഗത്ത് വെള്ളം ശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ പൂർണ്ണമായിട്ടില്ല. സംസ്കാരം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ആ വഴിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ കൂടെ തന്നെ നാം പ്രഖ്യാപിച്ച മറ്റൊന്നായിരുന്നു ലൈഫ് മിഷൻ. ലൈഫിന്റെ ഭാഗമായി നമ്മൾ കണക്കാക്കിയത് വീടില്ലാത്തവർക്ക് വീട് നൽകലാണ്, പാവപ്പെട്ടവർ. അപ്പൊ 5 ലക്ഷത്തോളം വീടുകൾ. അതില് നേരത്തെ വീട് നിർമ്മാണം ആരംഭിച്ച് പകുതി കയറ്റി ചില വായ്പയൊക്കെ സംഘടിപ്പിച്ചതാണ്. പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വഴിയില്ല. അതാണ് ആദ്യമായിട്ട് എടുത്തത്. ആദ്യഘട്ടം 50,000 വീടുണ്ടായിരുന്നു. അത് മുഴുവൻ ഇപ്പോൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. 1ാം ഘട്ടം പൂർത്തിയായി. 2ാം ഘട്ടം ഈ വർഷമാണ്, ഈ നടപ്പു വർഷം. അതിന് നമ്മൾ കണ്ടത് ഈ വീടുകളില്
വീട് വേണ്ടവര്, സ്ഥലമുള്ളവരുണ്ട്, വീടില്ല. സ്ഥലമുള്ളവർ രണ്ട് തരക്കാരുണ്ട്. ഒന്ന് ഗഡുക്കളായി കാശ് കിട്ടിയാൽ അവർ വീട് നിർമ്മിച്ചു. മറ്റൊന്ന് വീട് നിർമ്മിച്ചു തന്നെ നൽകണം. ഈ രണ്ടും പൂർത്തിയാക്കാനുള്ള നടപടികളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം മൂന്നാമത്തെ ഗണത്തിലുള്ള ഒരു വിഭാഗത്തെ കൂടി ഇപ്പൊ എടുക്കുക, ഈ വർഷം എടുക്കുക. അത് വീടുമില്ല, സ്ഥലവുമില്ല. അവർക്ക് സ്ഥലമെടുത്ത് ഭവന സമുച്ചയം പണിയണം. അപ്പൊ ഓരോ ജില്ലയിലും ഓരോ ഭവന സമുച്ചയമെങ്കിലും ഈ വർഷം തന്നെ പണിയാൻ പറ്റണം, ബാക്കി അടുത്ത വർഷമാണ്. ഇത്തരത്തിലാണ് പാർപ്പിട സൗകര്യം ഒരുക്കാൻ പോകുന്നത്. അത് പറഞ്ഞതുപോലെ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാകുമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ഇതോടൊപ്പം കാണേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യരംഗം. ആരോഗ്യരംഗത്ത് നല്ല മാറ്റമാണ് വന്നിട്ടുള്ളത്. ആരോഗ്യ മേഖലയിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെ രോഗി സൗഹൃദ ആശുപത്രികളാവുകയാണ്. മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സൗകര്യമാണ് ഒരുക്കുന്നത്. ജില്ലാ ആശുപത്രികളിലെല്ലാം കാത്ത് ലാബ് സൗകര്യം ഒരുക്കുന്നു. ചുരുക്കത്തിൽ എല്ലായിടവും ആധുനിക ചികിത്സക്കുള്ള സൗകര്യം ഒരുക്കുക. ക്യാൻസർ ചികിത്സക്ക് RCCയും MCCയുമാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്. എന്നാൽ എല്ലാ മെഡിക്കൽ കോളേജിലും ക്യാൻസർ ചികിത്സ തുടങ്ങുന്ന സംവിധാനം ഒരുക്കുക നല്ല രീതിയിൽ. പ്രൈമറി ഹെൽത്ത് സെന്ററിനെ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി മാറ്റുന്നു. നാം ലക്ഷ്യമിടുന്നത് കുടുംബ ഡോക്ടർ എന്ന നിലയിലേക്കാണ്. നല്ല നിരക്കുള്ള മാറ്റം പൊതുവിൽ ആരോഗ്യ രംഗത്ത് വന്നു കഴിഞ്ഞു. നല്ല തോതിൽ തന്നെ ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്നുമുണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗം, പൊതുവിദ്യാഭ്യാസ രംഗത്ത് അത്ഭുതകരമായ മാറ്റമാണ് വന്നിട്ടുള്ളത്. 1,57,000 കുട്ടികളാണ് കഴിഞ്ഞ ഈ വർഷം നമ്മുടെ സ്കൂളുകളിൽ വർദ്ധിച്ചത്. ഈ പൊതുവിദ്യാലയങ്ങളിൽ നേരത്തെ കൊടിയിലായിരുന്നു. ഇപ്പോൾ പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാണ്. 45,000 ഹൈടെക് ക്ലാസ് മുറികളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അതിവിപുലമായ പഠന സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഏത് മികവിന്റെ കേന്ദ്രത്തോടും കിടപിടിക്കാവുന്ന സൗകര്യങ്ങൾ. ഫലം കുട്ടികളെ രക്ഷാകർത്താക്കൾ നല്ലതുപോലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് അയക്കുന്ന രീതി വന്നിരിക്കുന്നു. ഇത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വന്ന കാര്യം. ഉന്നത വിദ്യാഭ്യാസ രംഗം നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൊക്കെ നേരത്തെ നമ്മൾ നേടിയ നേട്ടമുണ്ട്. പക്ഷെ കാലാനുസൃതമായ നേട്ടം വേണം. ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള കുട്ടിയോടും കിടപിടിക്കാവുന്ന ആളായിരിക്കണം പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നത്, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പറ്റിയ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും മാറ്റം വരികയാണ്. ഇതെല്ലാം ആരെ കണ്ടുകൊണ്ടാണ്? പൊതുവിൽ സമൂഹത്തെ കണ്ടുകൊണ്ടാണ്. സമൂഹത്തിലെ പാവപ്പെട്ടവരെയും നിർധനരെയും കണ്ടുകൊണ്ടുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. നമ്മുടെ വൈദ്യുതി മേഖല പൂർണ്ണമായി സമ്പൂർണ്ണ വൈദ്യുതീകരണമാണ്. മറ്റേത് സംസ്ഥാനങ്ങളിൽ ഒരു ഗ്രാമത്തിൽ ഒരിടത്തൊരു ബൾബ് കത്തിയാൽ ആ ഗ്രാമത്തിലാകെ വൈദ്യുതിയായി എന്നാണ് കണക്ക്.
അതല്ല നമ്മുടെ കണക്ക്. നമ്മുടെ കണക്ക് എല്ലാ വീട്ടിലും വൈദ്യുതി, എന്നിട്ടാണ് വൈദ്യുതിയായി പറയുന്നത്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ നാം വൈദ്യുതി ഉൽപാദനത്തില് സൗരോർജ്ജം ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1000 മെഗാവാട്ട് വൈദ്യുതി അങ്ങനെ ഉത്പാദിപ്പിക്കാനുള്ള പദ്ധതിയാണ് നാം തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ അഴീക്കൽ തുറമുഖം 500 കോടി രൂപയിൽ വികസിപ്പിക്കാനാണ് പദ്ധതി. 500 കോടി രൂപ അതിന് മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂർ വിമാനത്താവളം, അഴീക്കൽ തുറമുഖം ഇതെല്ലാം വന്നാൽ കണ്ണൂരിന്റെ വികസന സാധ്യത വലിയ തോതിലാണ് ഉയരാൻ പോകുന്നത്. മറ്റു തുറമുഖങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ളതെല്ലാം. അതെല്ലാം ഒന്നിച്ച് വികസിപ്പിക്കാൻ തന്നെയാണ് പരിപാടി. നമ്മുടെ സ്പോർട്സ് മേഖല 800 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. സ്പോർട്സ് താരങ്ങൾക്ക് സർക്കാർ ജോലി 169 കായിക താരങ്ങൾക്കാണ് സർക്കാർ ജോലി നൽകിയത്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ മതനിരപേക്ഷ സമൂഹമാണ്. ഈ മതനിരപേക്ഷ സ്വഭാവം തകർക്കാനുള്ള ശ്രമം നല്ലതുപോലെ നടക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷെ ഇക്കാര്യത്തിൽ നാം ജാഗ്രത പാലിക്കണം. ആ നീക്കങ്ങളെ ശക്തമായി യോജിച്ചു നിന്ന് പ്രതിരോധിക്കാനാവും. സർക്കാർ ചില നടപടികൾ ഈ കഴിഞ്ഞ ഘട്ടത്തിൽ സ്വീകരിച്ചത് പമ്പരങ്ങളിൽ പൂജാരിമാരെ നിശ്ചയിക്കൽ ബ്രാഹ്മണരെ മാത്രമേ വരും. അത് ദളിതരടക്കമുള്ള അബ്രാഹ്മണരെ 140 പേരെ നിശ്ചയിച്ചു. അതുപോലെ തന്നെ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പരമദരിദ്രരായ ആളുകൾക്ക് ദേവസ്വം നിയമനത്തിൽ 10% സംവരണം നൽകിയത് കേരളത്തിലാണ് ആക്കിയത്. ഇവിടെ ശബരിമല അനേകായിരങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്. തീർത്ഥാടനം ഒരു പരാതിയുമില്ലാതെയാണ് ഇത്തവണ നടന്നത്. പരാതിയില്ലാത്തത് തീർത്ഥാടകർക്കാണ്, മറ്റേതൊക്കെ പരാതിയുണ്ട്. അതിപ്പോ ഞാൻ പറയുന്നില്ല. ആ പരാതി തീർത്ഥാടകർക്കുള്ള പരാതിയല്ല. ഏതായാലും തീർത്ഥാടകർക്കൊരു പരാതി ഉണ്ടായില്ല. അവരെല്ലാവരും മാധ്യമങ്ങളോട് പറഞ്ഞു, ഞങ്ങള് ഇതുപോലെ ദർശനം നടത്താൻ അവസരം കിട്ടിയൊരു അവസരമില്ല. അത്ര നല്ല രീതിയിലാണ് ദർശനം നടന്നത്. ഇനി എല്ലാ വർഷവും ഇതേ നില തുടരണം എന്ന് പറയുന്നവരെയാണ്. ഏതായാലും വരുന്ന തീർത്ഥാടകരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നതുകൊണ്ട് അവിടുത്തെ സൗകര്യങ്ങൾ പരിമിതമാണ് എന്ന് പരിഗണിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ തിരുപ്പതി ഒരു മോഡലാണ്. ധാരാളം തീർത്ഥാടകരോടെ പോകുന്നത്, എന്നാൽ നല്ല രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ മോഡൽ അംഗീകരിച്ചുകൊണ്ടൊരു നല്ല വികസനം ശബരിമലയിൽ ഉണ്ടാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ടൂറിസം മേഖല പൊതുവെ വികസിക്കുകയാണ്. കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയും നദികൾ സംയോജിപ്പിച്ചുള്ള ഒരു ടൂറിസം പദ്ധതിയുണ്ട്. അതാണ് മലബാർ ക്രൂയിസ്. 300 കോടി രൂപയാണ് അതിന് മാറ്റിവെച്ചിട്ടുള്ളത്. ഇവിടെ ധർമ്മടം ബീച്ച് അത് ആധുനികമായ രീതിയിൽ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് താല്പര്യമുള്ളവരെ ക്ഷണിച്ചിരിക്കുകയാണ്. കേരളത്തിലെ മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പദ്ധതി നിർവഹണത്തില് സാധാരണ നടക്കാറുള്ളത് മാർച്ചാണല്ലോ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത്. ഇപ്പൊ ബജറ്റ് പാസ്സായി ഏപ്രിൽ മുതലാണ് നടപ്പാക്കേണ്ടത്. ഏപ്രിൽ മുതൽ നടപ്പാക്കേണ്ട ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഏപ്രിൽ മുതലാണ് ആലോചിച്ചു തുടങ്ങുന്നത്. വലിയ കടലാസ് നോക്കിയും മറ്റു കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ കുറെ മാസമാണ്. ചിലതിന് ഡിസംബർ വരെ പോയിരിക്കും.
3 മാസമേ ഉള്ളൂ ഇത് നടപ്പാക്കാൻ. ഇതിന് മാറ്റം വന്നു. ഏപ്രിൽ തൊട്ട് പദ്ധതികൾ പ്രവൃത്തി പദത്തിലെത്തണം. അതിന് മുന്നിൽ മറ്റു കാര്യങ്ങളൊക്കെ നടക്കണം. ഇപ്പൊ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ ഡിസംബറിൽ തന്നെ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കേണ്ട, ഏപ്രിലിൽ ആരംഭിക്കേണ്ട പദ്ധതികൾക്ക് രൂപം നൽകി കഴിഞ്ഞു. ഇതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? സർവകാല റിക്കാർഡ് പദ്ധതി നിർവഹണത്തിലുണ്ടായി. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗമാണ് ആദിവാസി വിഭാഗം. ആ വിഭാഗത്തെ നല്ലതുപോലെ ഉദ്ധരിക്കാനുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് ഒരുക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിലാണ് കേന്ദ്രീകരിക്കുന്നത്. മറ്റും ഒട്ടേറെ നടപടികളുണ്ട്. ഇതിലിപ്പോ 500 സാമൂഹ്യ പഠന മുറികൾ എല്ലാം ഊരുകളിലായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠിച്ചു വളരാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി. പിന്നെ ആദിവാസി കുട്ടികൾക്കുള്ള പ്രശ്നം, അവര് സംസാരിക്കുന്നത് അവരുടേതായ ഗോത്രഭാഷയാണ്. ഈ കുഞ്ഞ് സ്കൂളിലെത്തിയാൽ മലയാളം അവർക്ക് അപരിചിതമായ ഒരു ഭാഷയാണ്. ഇപ്പൊ ചെയ്തിട്ടുള്ളത്, ഈ ഗോത്രഭാഷ അറിയാവുന്നവരെ അധ്യാപകരായി സ്കൂളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടിയുമായി നല്ല ബന്ധമുണ്ടാക്കാൻ പറ്റും. കുട്ടിക്ക് നല്ലൊരു അടിത്തറ അതിന്റെ ഭാഗമായി വരും. പഠനത്തിൽ താല്പര്യവും വരും. അത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. പിന്നെ അവരുടെ വീട് വൈദ്യുതീകരിക്കുന്നുണ്ട്. എല്ലാ വീടും വൈദ്യുതീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിയമനം പോലീസിലും എക്സൈസിലും ആദിവാസി വിഭാഗത്തിന് നിയമനം നൽകുന്നുണ്ട്. ഭൂമി സമയബന്ധിതമായി തന്നെ വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ യുവജന ശാക്തീകരണത്തിന്റെ ഭാഗമായി 1000 യുവ ക്ലബ്ബുകൾ സംസ്ഥാനത്ത് രൂപീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ നാം നമ്മുടെ സേനയായാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ ആ മേഖലയിൽ ഒട്ടേറെ കാര്യങ്ങൾ സർക്കാർ ചെയ്യുകയാണ്. ഒന്ന്, ഈ വേലിയേറ്റ മേഖലയിൽ താമസിക്കുന്നവരുണ്ട്. അവരെ മാറ്റി പാർപ്പിക്കാൻ 150 കോടി രൂപയുടെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. തീരദേശത്തിന്റെ സംരക്ഷണത്തിനായി പ്രത്യേക പാക്കേജ് 2000 കോടി രൂപ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീടിന് പ്രത്യേക പദ്ധതിയുണ്ട്. കടലിൽ അപകടമുണ്ടായാൽ കരയിലെ പോലെ ഓടിയെത്താൻ ആംബുലൻസ് ഇല്ല. അപ്പോ ആംബുലൻസ് ഒരുക്കുകയാണ്. മറൈൻ ആംബുലൻസ് 3 എണ്ണം ഒരുക്കുന്നു. ഈ കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് 2000 സൈക്കിൾ വിതരണം ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ ഒരു പ്രധാന വ്യവസായമാണ് കശുവണ്ടി വ്യവസായം. തോട്ടണ്ടി ക്ഷാമമാണ് വലിയ പ്രശ്നം. തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാൻ കേരള കാഷ്യൂ ബോർഡ് നാം രൂപീകരിച്ചു. ഇപ്പൊ അത് ഇറക്കുമതി ആരംഭിച്ചു കഴിഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും പ്രബലമായ മുഖമാണ് കുടുംബശ്രീ. കുടുംബശ്രീയെ ശക്തിപ്പെടുത്താനാണ് നടപടികൾ സ്വീകരിക്കുന്നത്. ഇവിടെ 9000 നാട്ടുചന്തകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. വനിതകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായാണ് വനിതാ വകുപ്പ് ഉണ്ടാക്കിയത്. നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. സ്ത്രീകൾക്ക് നിയമനമില്ലാത്തൊരു മേഖലയായിരുന്നു ഫയർഫോഴ്സ്. ഇപ്പൊ 100 തസ്തിക സൃഷ്ടിച്ച് സ്ത്രീകളെ നിയമിക്കാൻ പോവുകയാണ്. 8 നഗരങ്ങളിലെ പിങ്ക് പെട്രോൾ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവിതരണ രംഗം നല്ല രീതിയിൽ ശക്തിപ്പെട്ടതാണ്. ഇനി വീണ്ടും ശക്തിപ്പെടുത്താൻ തന്നെയാണ് നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത്. ബസ്, ഓട്ടോ, ഇലക്ട്രിക് ബസ്, ഇലക്ട്രിക് ഓട്ടോ ഇത് നേരത്തെ ഇറക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ ഇന്ധന ചെലവ് വലിയ തോതിൽ കുറയും, പരിസ്ഥിതി സൗഹൃദവുമാകും. കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളിയെ മാറ്റി നിർത്തിക്കൊണ്ട് ആലോചിക്കാനാവില്ല. ഇതര സംസ്ഥാന തൊഴിലാളിയെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. അതിന്റെ ഭാഗമായി അവർക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. 10000 രൂപ വരെ സൗജന്യ ചികിത്സയുണ്ട്. താമസത്തിന് അപ്നാഗർ എന്ന പദ്ധതിയുണ്ട്. ഹോസ്റ്റൽ കഞ്ചിക്കോട് നിർമ്മിച്ചതുപോലെ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികൾ രൂപം കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലുള്ള ഭിന്നശേഷിക്കാർ അവരുടെ
ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ അംഗീകരിച്ചിട്ടുണ്ട്. കൃഷിക്കാർക്ക് പട്ടയം ഒരു പ്രശ്നമായിരുന്നു. പട്ടയം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് പലയിടത്തും പരാതിയുണ്ട്. 80,000 പട്ടയിട്ട് വിതരണം ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രിയായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏതാനും ദിവസം കൊണ്ട് തന്നെ 1,05,000 പട്ടയം മൊത്തം വിതരണം ചെയ്യാനാകുമെന്നാണ്. അപ്പൊ നല്ല പുരോഗതി ആ കാര്യത്തിൽ ഉണ്ടാവുകയാണ്. സഹകരണ മേഖലയുടെ വലിയ ഉണർവിനിടയാക്കുന്നതായിരിക്കും കേരള ബാങ്ക് രൂപീകരണം. അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോ നിൽക്കുന്നത്. പശ്ചാത്തല സൗകര്യ വികസനത്തിനായി 50,000 കോടി രൂപ കിഫ്ബി മുഖേന കണ്ടെത്തുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 20,000 കോടിയുടെ പ്രവൃത്തികൾക്ക് അനുമതിയായി. ബാക്കി കുറെ കാര്യങ്ങൾക്ക് പെട്ടെന്ന് അനുമതി കൊടുക്കാനും പോവുകയാണ്. ഓഖി ദുരന്തം വന്നപ്പോൾ നാം കാണിച്ചൊരു മാതൃകയാണ്. ജീവൻ നഷ്ടപ്പെട്ട കുടുംബത്തിന് ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ തുക, ആ കുടുംബത്തിന് 20 ലക്ഷം രൂപ നമുക്ക് നൽകാനായി. അത് രാജ്യത്താദ്യത്തെ സംഭവമായിരുന്നു. മറ്റു നഷ്ടപരിഹാരങ്ങളും നല്ല നിരക്ക് തന്നെ നൽകാൻ നമുക്ക് കഴിയും. തീരദേശ പോലീസ് മത്സ്യത്തൊഴിലാളികൾ നിയമിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. നമ്മുടെ സർവീസ് മേഖലയുടെ ഭാഗമായി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഏർപ്പെടുത്താൻ പോകുന്നു. എന്തുകൊണ്ടാണ് ക്ഷേമ പെൻഷനെ പറ്റി ഒന്നും ആലോചിക്കാത്തത്, പറയാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ക്ഷേമ പെൻഷൻ നേരത്തെ ഇരട്ടിയാക്കിയതാണ്. അതുകൊണ്ട് അത് അനുഭവിച്ചതാണ് സന്തോഷത്തോടെ. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് പ്രത്യേകം പറയാതിരുന്നത്. ക്ഷേമനിധി ആനുകൂല്യത്തിന് നല്ല വർധനവ് ഇപ്പോ വന്നു കഴിഞ്ഞിട്ടുണ്ട്. വേതന വർധനവ് അംഗൻവാടി ജീവനക്കാര്, ആയമാര്, ആശാവർക്കർമാര്, സ്കൂൾ കൗൺസിലർമാര്, കുടുംബശ്രീ അക്കൗണ്ടന്റുമാര്, സാക്ഷരതാ പ്രേരകന്മാര്, ഇങ്ങനെയുള്ള ഒട്ടേറെ പേർക്ക് വേതന വർധനവ് നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. പരമ്പരാഗത വ്യവസായങ്ങളിൽ കൂലി വർധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്ന കുട്ടികൾ, പെൺകുട്ടികൾ, ആ പെൺകുട്ടികളെ സംരക്ഷിക്കാനുള്ള നിർഭയ പദ്ധതി അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. 10 ലക്ഷം യുവതികൾക്ക് സ്വയം പ്രതിരോധ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റേഷനിലും വനിതാ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചു പറയാനുള്ള വനിതാ ഹെൽപ്പ് ലൈൻ ഉണ്ട്. അത് സംസ്ഥാനത്താകെ ഒരു നമ്പറാണ്, 1091. അപ്പൊ എന്ത് പ്രശ്നമായാലും ഈ 1091 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഷീ ടാക്സി, പിങ്ക് ഓട്ടോ, അതുപോലെ തന്നെ ഷീ ഓട്ടോ, ഇങ്ങനെയുള്ള വ്യത്യസ്ത സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങളിൽ IT രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. 65 കമ്പനികൾ പുതുതായി വന്നിട്ടുണ്ട്. ചിലത് വലിയ എണ്ണപ്പെട്ട കമ്പനികളാണ്, ലോകോത്തരമായ കമ്പനികളാണ്. നിസാനെ പോലുള്ളത്, ഫുജിറ്റ്സുനെ പോലുള്ളത്, ടോറസ്, ടെക് മഹീന്ദ്ര, അങ്ങനെ ഒട്ടേറെ കമ്പനികൾ. 400 ഏക്കറിലാണ് ടെക്നോ സിറ്റി ഒരുക്കുന്നത്. K-Phone പദ്ധതി 1000 കോടിയുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇപ്പോ 500 കോടി നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞു. ഇക്കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഓൺലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം അഴിമതി വിമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഉന്നതങ്ങളിലെ അഴിമതി തീർത്തും ഇല്ലാതായി. താഴേത്തരത്ത് ചിലയിടത്ത് ഉള്ളത് നമുക്ക് പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വിദ്യാഭ്യാസ വായ്പ എടുത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 900 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. മത്സ്യത്തൊഴിലാളി കടാശ്വാസം 6 കോടി 20 ലക്ഷം രൂപയുടേതാണ്. കർഷകർക്ക് കടാശ്വാസ പദ്ധതിയുണ്ട്. ക്ഷീര കർഷകർക്ക് 5 കോടിയുടെ കടാശ്വാസമാണ്. വിള ഇൻഷുറൻസിന്റെ നഷ്ടപരിഹാരത്തെ പറ്റി വലിയ പരാതിയായിരുന്നു. അതിപ്പോ ഇരട്ടി മുതൽ 10 ഇരട്ടി വരെയാക്കി വർദ്ധിപ്പിച്ചു. പ്രവാസി പെൻഷൻ 500 രൂപയായിരുന്നത് 2000 രൂപയായി. പ്രവാസികളുടെ അറിവും അനുഭവവും ജ്ഞാനവും നമ്മുടെ നാടിന്റെ വികസനത്തെ എങ്ങനെ ഉപയോഗിക്കാം, അതിനുള്ള സംവിധാനം എന്ന നിലക്കാണ്
ലോക കേരള സഭ നമ്മൾ രൂപീകരിച്ചത്. നല്ല പ്രതികരണമാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. പ്രവാസികളുടെ പുനരധിവാസം, അവരിവിടെ വന്ന് തുടങ്ങുന്ന പുതിയ സംരംഭങ്ങൾ, ഇതിനെല്ലാമുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. അതിനുള്ള പദ്ധതിയുണ്ട്. സ്റ്റാർട്ടപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്. ഈ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് 2 വർഷം കൊണ്ട് 2000 കോടിയുടെ നിക്ഷേപം ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. സ്റ്റാർട്ടപ്പുകൾക്ക് കോളേജുകളിൽ 129 പുതിയ ഇന്നോവേഷൻ സെന്ററുകളുണ്ട്. 156 സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാരിന്റെ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. കൊച്ചിയിലെ ഇലക്ട്രോണിക്സിലും ബയോടെക്നോളജിയിലും ഇൻക്യുബേറ്റർ ഉണ്ട്. കോഴിക്കോട് സൈബർ പാർക്കിലും ആഗോള നിലവാരമുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതിനായുള്ള ഇൻക്യുബേറ്റർ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ നാടിന്റെ പൊതുവായ വികസന രീതി. ഇതിനോടൊപ്പം നമ്മുടെ നാടിനെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. 7 നിയമം അതിന് ഭേദഗതി ചെയ്തു. നേരത്തെ നിക്ഷേപകരുടെ വന്നാല് ഒരപേക്ഷ കൊടുത്താൽ പല വാതിലും പോയി മുട്ടി അവസാനം ഗതിയില്ലാതെ നാട് വിട്ടു പോവുകയില്ല, വേറെ എവിടെയെങ്കിലും പോയി തോന്നും. അതിന് അന്ത്യം വരികയാണ്. ഒരപേക്ഷ കൊടുത്താൽ 30 ദിവസത്തിനുള്ളിൽ തീരുമാനമാകണം. ഇല്ലെങ്കിൽ ആ ദിവസങ്ങൾ കഴിഞ്ഞാൽ അനുവാദം ലഭിച്ചതായി കണക്കാക്കി അദ്ദേഹത്തിന് നടപടികൾ ആരംഭിക്കാം. അപ്പൊ നല്ല മാറ്റം നിക്ഷേപ രംഗത്ത് വരാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ വികസന പന്ഥാവ്. ഒരു ശുചിത്വം മുതൽ വൻകിട നിക്ഷേപം വരെ എല്ലാവരെയും ബാധിക്കുന്ന വികസന രീതിയാണ് നാം സ്വീകരിക്കുന്നത്. ഇവിടെ ഇന്നലെ പത്രങ്ങളിൽ വന്ന നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. രാജ്യത്തുള്ള 119 പേര്, ഇന്ത്യ മഹാരാജ്യത്തെ 119 പേര്, അവർ കൈവശം വെക്കുന്ന സംഖ്യ, അവരുടെ കയ്യിലുള്ള പണം, അത് 28 ലക്ഷം കോടി രൂപയാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ വാർഷിക ബജറ്റിന്റെ അടങ്കലിനേക്കാളും വലുതാണ്. 24 ലക്ഷം കോടിയാണ് നമ്മുടെ വാർഷിക ബജറ്റ്. അതിനേക്കാളും കൂടുതലാണ് ഈ 119 പേരുടെ കയ്യിലുള്ളത്. ഈ 119 പേരുടെ പ്രത്യേകത, ഓരോ ദിവസവും അവരെ 2200 കോടി കണ്ട് വർദ്ധിപ്പിക്കുകയാണ്. ഓരോ ദിവസവും 2200 കോടി വീതം അവരുടെ കയ്യിലെത്തുകയാണ്. നമ്മുടെ നാട്ടിൽ പകുതി 50% ആളുകൾ പരമദരിദ്രരായിട്ടുള്ളവരാണ്. ഇവിടെ ഒരു വേറെ കണക്കുണ്ട്. 50% കയ്യിലുള്ളവരുടെ ആകെ സ്വത്ത് അത് 1% കയ്യിലുള്ളവരുടെ സ്വത്തിന് തുല്യമാണ്. 50% കയ്യിലുള്ളവരുടെ സ്വത്തും സമം 1% കയ്യിലുള്ളവരുടെ സ്വത്ത്. എന്തായിട്ട് കാണിക്കുന്നത്? ഒരു ഭാഗത്ത് സമ്പന്നർ കൂടുതൽ സമ്പന്നരായി പോകുന്നു, മറുഭാഗത്ത് പാവപ്പെട്ടവർ കൂടുതൽ പാപ്പനീകരിക്കപ്പെടുന്നു. അപ്പൊ അസന്തുലിതാവസ്ഥ തുടരുകയാണ്. ഇതെന്തിന്റെ ഫലം? ഇത് ആഗോളവൽക്കരണത്തിന്റെ ഫലമാണ്. ഇത് ഉദാരവൽക്കരണത്തിന്റെ ഫലമാണ്. കേന്ദ്ര ഗവൺമെന്റ് തുറന്നു വരുന്ന സാമ്പത്തിക നയത്തിന്റെ ഫലമാണ്. ഇവിടെയാണ് നാം ഒരു ബദൽ നയം കൊണ്ടുവരുന്നത്. ബദൽ വികസന നയം. എല്ലാവരെയും ബാധിക്കുന്ന തരത്തിൽ, എല്ലാവർക്കും പുരോഗതി ഉണ്ടാകത്തക്ക രീതിയിൽ, നാടിന്റെ ആകെ സമഗ്രമായ വികസനം, സാമൂഹ്യ നീതി അധിഷ്ഠിതമായ സർവതല സ്പർശിയായ വികസനം. ആരും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നില്ല, ഒരു പ്രദേശവും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. ഇത്തരത്തിലൊരു വികസന നയവുമായിട്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട് വികസിച്ചേ തീരൂ. ആ വികസനത്തിനുതകുന്ന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. നമുക്കതിൽ കേന്ദ്രീകരിക്കാം. എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും അതിനുണ്ട്. നിങ്ങൾ ഏവരുടെയും പിന്തുണ
തുറന്നും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.